അല്ല, അവൾ എത്തിയില്ലേ? ഓൺ ദി വേ. എന്താണ് ബ്രൈഡ്, ഇനി എപ്പോ റെഡി ആവാനാ? മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ ഉൾപ്പെടുന്ന മുട്ടിക്കൽ കർക്കിടകത്തുകാവ് റോഡിന്റെ കിഴക്ക് വശത്ത് പുഴയിലേക്കുള്ള പൊതുവഴി സ്വകാര്യ വ്യക്തിക്ക് അനധികൃതമായി കൈവശം വെക്കാൻ അനുമതി നൽകിയതായി ആരോപണം. 12 അടിയിലധികം വീതിയുള്ള പഞ്ചായത്തിന്റെ പൊതുവഴി കയ്യേറിയ നടപടിക്ക് മുൻ LDF ഭരണസമിതിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി സാധുത നൽകുകയായിരുന്നുവെന്ന് പ്രദേശവാസികളും വാർഡ് മെമ്പറും ആരോപിക്കുന്നു. എസ് ബസന്തലാൽ പ്രസിഡന്റും നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അന്നത്തെ വൈസ് പ്രസിഡന്റും ആയിരുന്ന സമയത്താണ് ഈ വിചിത്ര തീരുമാനം ഉണ്ടായത്. പ്രദേശത്തെ കർഷകരുടെയും മറ്റ് നാട്ടുകാരുടെയും സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി നടത്തിയ ഈ കയ്യേറ്റത്തിനെതിരെ നിരവധി പരാതികൾ നൽകിയിട്ടും ഭൂമി തിരിച്ചുപിടിക്കുവാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായില്ല. ഇതിന് പിന്നിൽ വലിയ രീതിയിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത്. 2025 ആഗസ്റ്റിൽ സമീപവാസിയായ കർഷകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോട്ടപ്പുറം വില്ലേജ് ഓഫീസർ നടത്തിയ പരിശോധനയിൽ പൊതുവഴി കയ്യേറിയതായി സ്ഥിരീകരിച്ചു. 2026 ജനുവരിയിൽ സ്കെച്ചും മറ്റ് അനുബന്ധ രേഖകളും സഹിതം വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറുകയും ചെയ്തു. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും കയ്യേറ്റം ഒഴിപ്പിക്കാനോ വഴി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാനോ നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയോ സെക്രട്ടറിയോ തയ്യാറായിട്ടില്ല. തുടർന്ന് 2026 മാർച്ച് മാസത്തിൽ പരാതിക്കാരൻ വീണ്ടും പഞ്ചായത്തിനെ സമീപിക്കുകയുണ്ടായി. പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിഷയത്തിന്റെ ഗുരുതരാവസ്ഥ ബോധ്യപ്പെടുത്തുകയും കയ്യേറ്റം ഒഴിപ്പിച്ച് സ്കെച്ച് പ്രകാരം വഴി അളന്ന് തിട്ടപ്പെടുത്താൻ രേഖാമൂലം ആവശ്യപ്പെടുകയും ചെയ്തിട്ടും അധികൃതർ മൗനം പാലിക്കുകയാണെന്ന് വാർഡ് മെമ്പർ ഫ്രിജോ വടക്കൂട്ട് ആരോപിച്ചു. പഞ്ചായത്തിന്റെ സ്വത്ത് സംരക്ഷിക്കേണ്ടവർ തന്നെ കയ്യേറ്റത്തിന് ഒത്താശ ചെയ്യുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുവഴി തിരിച്ചുപിടിച്ച് നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനായി ജില്ലാ പഞ്ചായത്ത് ഡയറക്ടർക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകി ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഫ്രിജോ വടക്കൂട്ട് അറിയിച്ചു. ഞാൻ ഫ്രിജോ വടക്കൂട്ട് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ 15-ാം വാർഡ് മെമ്പറാണ്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിലെ മെമ്പറാണ്. നിങ്ങൾക്കറിയപ്പോൾ എൻ്റെ മുന്നിൽ കാണുന്ന ഈ ഒരു ടാറിട്ട റോഡ്, അതേപോലെ നേരെ പിന്നിൽ നോക്കി ആ റോഡ് അങ്ങനെ നമുക്ക് നേരെ ഒരു 100 മീറ്റർ ബാക്കിൽ കാണുന്നത് പുഴയാണ്. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ അത് കൃഷി സ്ഥലമായിട്ട് മാത്രമാണ് കാണുന്നത്. ഈ ബാക്കിലോട്ട് ഏകദേശം 12 അടി വീതിയിലൊരു വഴി ഉണ്ടായിരുന്നു, പുഴയിലേക്കുള്ള വഴി. അതിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഈ അടുത്തുള്ള സ്ഥലത്തിൻ്റെ ആൾക്കാർ കൈവശം വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ചിത്രം പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ അവിടുത്തെ കൃഷി ചെയ്യുന്ന കർഷകരൊക്കെ ഉപയോഗിച്ചിരുന്നൊരു വഴിയാണ് അത്. അവർക്ക് നെൽവിത്ത് കൊണ്ടുപോകാനും അതുപോലെ തന്നെ വളം കൊണ്ടുപോകാനും ഒക്കെ ആവശ്യമുള്ളൊരു വഴിയായിരുന്നു. ഇപ്പോൾ ആ വഴി തന്നെ അവിടെ കാണുന്നില്ല, എല്ലാം കൃഷി സ്ഥലമായിട്ട് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇതിന് അടിസ്ഥാനമായിട്ടുള്ള കാരണം പറയുകയാണെങ്കിൽ ഒരു വ്യക്തി അത് കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനത് വിട്ടുതരാൻ തയ്യാറാണ്. പക്ഷെ ഇതിൻ്റെ ഒരു വിരോധാഭാസം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2019 ഉള്ള UDF പഞ്ചായത്ത് ഭരണസമിതി ഈ ഒരു വിഷയത്തെ ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ മെമ്പറും അതുപോലെ ജനങ്ങളൊക്കെ കൂടി പരാതി സമർപ്പിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഇത് അന്വേഷിക്കുകയും ഇതിൽ പുറമ്പോക്ക് വഴിയാണെന്ന് കണ്ടെത്തി ഇത് ഒഴിഞ്ഞു പോകാൻ അവർ ഈ പറഞ്ഞ കയ്യേറ്റക്കാരോട് ആവശ്യപ്പെട്ടുള്ളതായിരുന്നു. പക്ഷെ അവർ അത് പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും അതുപോലെ മെമ്പറിനും ഇവിടെ നാട്ടുകാർക്കും പരാതിക്കാരായ നാട്ടുകാർക്കും എതിരെ വടക്കാഞ്ചേരി കോടതിയിൽ പോവുകയും അത് കേസ് വാദിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ വടക്കാഞ്ചേരി കോടതി നിയോഗിച്ച റിട്ടയർഡ് താലൂക്ക് സർവേയറെ കൊണ്ടുള്ള സർവേ റിപ്പോർട്ട് അനുസരിച്ച് ആ സ്കെച്ച് കോടതി പരിഗണിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായി കയ്യേറ്റം മനസ്സിലാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് ഈ പറഞ്ഞ കേസ് കൊടുത്ത വ്യക്തി തോൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ അത് കഴിഞ്ഞ് 2021 വന്നപ്പോൾ കഴിഞ്ഞ LDF ഭരണസമിതി ശ്രീ ബസന്തലാലിൻ്റെ നേതൃത്വത്തിലുള്ള പ്രസിഡൻ്റായിട്ടുള്ള ഭരണസമിതി വന്നപ്പോൾ അദ്ദേഹം ഈ കയ്യേറ്റ വ്യക്തി വീണ്ടും തൃശ്ശൂർ കോടതിയെ സമീപിക്കും, ജില്ലാ കോടതിയെ സമീപിച്ച് കേസ് കൊടുത്തു. പക്ഷെ അതിലെല്ലാം ചെറിയ വിരോധം കാണുന്നത് ഈ വ്യക്തി കേസ് കൊടുക്കുകയും പിന്നീട് പഞ്ചായത്തിനോട് പറയുകയും ഞാൻ കേസ് പിൻവലിക്കണമെങ്കിൽ എനിക്ക് ആ ഭൂമി കൃഷി ചെയ്യാൻ തന്നെ ഞാൻ പിൻവലിക്കാം എന്ന് പറയുന്നൊരു സാഹചര്യം.
ഒരു വ്യക്തി കേസ് കൊടുത്ത് ആ വ്യക്തി തന്നെ പറയുവാണ് എനിക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ഥലം തന്നാൽ ഞാൻ കേസ് പിൻവലിക്കാം. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി, പഞ്ചായത്ത് പ്രസിഡന്റും ഇന്നത്തെ വൈസ് പ്രസിഡന്റായിട്ടുള്ള അന്നത്തെ വൈസ് പ്രസിഡന്റ് ശ്രീ ബിന്ദു ഗിരീഷും എല്ലാം ഉൾപ്പെടുന്ന അന്നത്തെ പഞ്ചായത്ത് കോർ കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി ഒരു തീരുമാനം എടുക്കുകയാണ്, ഈ വഴി ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് കൃഷി ചെയ്യാൻ വിട്ടുകൊടുക്കാണ്. അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്ന അധികാരം ആ സ്റ്റിയറിംഗ് കമ്മിറ്റിക്കില്ല. ആ ഒരു ഉത്തരവിൻ്റെ ബേസിൽ ഈ വ്യക്തി ഇത്രയും കാലമായിട്ട് ഈ ഭൂമി കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഇത്രയധികം മറ്റുള്ള കൃഷികൾക്കെല്ലാം ഉപയോഗയോഗ്യമാകേണ്ട പുഴയിലേക്ക് പോകാൻ പറ്റുന്ന ആ വഴി ഇത് കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം. നിലവിലിപ്പോൾ ഈ പുതിയ ഭരണസമിതിയുടെ അടുത്തും ഈ ഇവിടെ നിന്നുള്ള ഒന്ന് രണ്ട് കൃഷിക്കാർ ചേർന്ന് പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ സെക്രട്ടറി നമ്മുടെ വില്ലേജ് ഓഫീസ്, നമ്മുടെ ചിറ്റണ്ട കോട്ടപ്പുറം വില്ലേജ് ഓഫീസിൽ ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് വിവരം തരാൻ വേണ്ടിയിട്ട് അപേക്ഷ നൽകുകയും അതിൻ്റെ റിപ്പോർട്ടായിട്ട് ഇതിൻ്റെ സ്കെച്ചും അതിൻ്റെ വഴിയുടെ അളവുകളെല്ലാം ഉള്ളത് നിലവിൽ പഞ്ചായത്തിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് 4-5 മാസമായി. ഇപ്പോഴും ഇപ്പോഴത്തെ ഭരണസമിതി ഇതിനെതിരെ മെമ്പറായി ഞാൻ ഇത് കമ്മിറ്റിയിൽ 2 തവണ ഉന്നയിച്ചിട്ടുള്ളൊരു വിഷയമാണ്. ഇതിനോടനുബന്ധിച്ചുള്ള മുഴുവൻ രേഖകളും വിശദാംശങ്ങളും ഡോക്യുമെൻറ്റ്സ് അവിടെ പഞ്ചായത്തിൽ സമർപ്പിച്ചതാണ്. ഇതെൻ്റെ നോട്ടത്തിൽ ഇത് വ്യക്തമായ കയ്യേറ്റം ബോധ്യപ്പെട്ടുള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കയ്യേറ്റം ഒഴിപ്പിച്ചത് എല്ലാവർക്കുമായി തുറന്നു കൊടുക്കണം. നമുക്ക് ഈ പറഞ്ഞ കയ്യേറിയ വ്യക്തിക്കും അത് ഉപയോഗിക്കാം, മറ്റുള്ളവർക്ക് ഉപയോഗിക്കാം, എല്ലാവർക്കുമായിട്ട് ആ ഒരു വഴി തുറന്നു കൊടുക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടുള്ളത്. പക്ഷേ ഇന്ന് വരെ അതിനൊരു നടപടി എടുത്തിട്ടില്ല. അപ്പോൾ പലതും ഒരു ദുരൂഹതമാണ് നമുക്ക് ഫീൽ ചെയ്യാണ്. കാരണം അന്നത്തെ പഴയ വൈസ് പ്രസിഡൻ്റാണ് ഇപ്പോൾ ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ഗിരീഷ്. അവരോട് ഞാൻ നേരിട്ട് സംസാരിക്കുകയും അവർക്ക് സ്ഥലം കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് വരെ ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു നിയമ നടപടിയും ഇതിൻ്റെ പേരിൽ എടുത്തിട്ടില്ല.